ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും KSDB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, നമ്മുടെ SSCയുടെ ഭാഗത്തു നിന്ന് പുതിയതായിട്ട് നമ്മുടെ സെലക്ഷൻ പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഓക്കെ, പൊതുവെ ഇപ്പോൾ SSC എക്സാമിനേഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നോക്കിയിരിക്കുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഈ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം 10ാം ക്ലാസ് +2 ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളാണ്. അത് 13ാം തീയതിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 13ാം തീയതി തന്നെ ഈ പറയുന്ന വിൻഡോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 13/4/2026 മുതൽ 4/5/2026 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ദിവസമായിട്ട് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/5/2026 ഈ പൈസ പ്രധാനമായിട്ടും ഈ പറയുന്ന എല്ലാവർക്കും ഒരു ആപ്ലിക്കേഷൻ ഒരു സബ്മിറ്റിംഗ് ഫീ ഉണ്ട്. പ്രധാനമായിട്ടും ജനറൽ കാറ്റഗറി പെടുന്ന ആളുകളാണെങ്കിൽ 100 രൂപയാണ് എന്ത് ചെയ്യുന്നത് ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് 5/5/2026 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി ഇരിക്കുന്നത് ജൂൺ 2026 ഒരുപാട് എക്സാമിനേഷൻ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ജൂണിൽ തന്നെ നടക്കണമെന്നുള്ള നിർബന്ധമില്ല. എന്നിരുന്നാലും അവർ പറയുന്ന ഒരു തീയതി എന്ന് പറഞ്ഞാൽ ജൂൺ സമയത്ത് അടുപ്പിച്ച് നടക്കുമെന്നാണ് പറയുന്നത്. ഇനി ഏജ് ലിമിറ്റിലേക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഓരോ പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏജ് ലിമിറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഓരോ പോസ്റ്റ് അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഏജ് ലിമിറ്റ്. പൊതുവെ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഈ പറയുന്ന രീതിയിൽ കുറച്ച് പോസ്റ്റുകൾക്ക് ഈ പറയുന്ന രീതിയിൽ 18 മുതൽ 25 വയസ്സ് വരെ എന്ത് ചെയ്യും മതി, ഈ പറയാൻ മതി എന്നുള്ളതാണ്. ചില പോസ്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് ഈ പറയുന്ന 18 മുതൽ 30 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചില പോസ്റ്റുകൾ 28, ചില പോസ്റ്റുകൾക്ക് 27, ചില പോസ്റ്റുകൾ 18-35 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിൻ്റെ ഈ പറയുന്ന ക്രൈറ്റീരിയ അതിൻ്റെ സൈഡിൽ നൽകിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ചില പോസ്റ്റുകൾ എന്ന് വെച്ചാൽ 20 മുതൽ 25 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ചിലർക്ക് 23 മുതൽ 28 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോസ്റ്റുകളുമുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സൈറ്റിൽ കയറിയ ശേഷം അപ്ലൈ ചെയ്യുന്ന സമയങ്ങളായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. പ്രധാനമായിട്ട് ഈ പറയുന്ന ഒരു ഏജ് ലിമിറ്റ് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഈ ഏജ് ലിമിറ്റിനകത്ത് റിലാക്സേഷൻ വരുമോ എന്നുള്ളത്. റിലാക്സേഷൻ ഉണ്ടെന്നുള്ളതാണ്. SC ST OBC PWD ഈ പറയുന്ന PWBD കാൻഡിഡേറ്റ്സിന് എല്ലാം തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷവും, ഫിസിക്കലി ഈ പറയുന്ന ഇതിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 10 വർഷമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നത്. എക്സ് സർവീസ്മാൻമാരാണെങ്കിൽ അവർക്ക് 3 വർഷം എന്ത് ചെയ്യും, റിലാക്സേഷൻ ലഭിക്കും എന്നുള്ളതാണ്. അതായത് വിമുക്ത സൈനികർക്ക്. ഓക്കെ, ഇനി അതിൻ്റെ ഈ പറയുന്ന സിലബസിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 10 ലെവൽ, 10th ലെവൽ, +2 ലെവൽ, ഗ്രാജുവേഷൻ ലെവലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാമിനേഷൻ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ഇപ്പോൾ ഈ വെക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിലബസ് ഏറെക്കുറെ അല്ല നമ്മൾ കാണുന്ന ഒരു രീതിയാണെങ്കിലും ഹാർഡ്നെസ് ഓഫ് ദി എക്സാമിനേഷൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ പറയുന്നതിൽ 10th ലെവൽ മെട്രിക്കുലേഷൻ ചൂസ് ചെയ്ത ആളുകൾക്കാണെങ്കിൽ ആ ലെവൽ ചോദ്യങ്ങളായിരിക്കും വരുന്നത്. +2 ആണെങ്കിൽ ഇച്ചിരി കൂടെ ഹാർഡ്നെസ് കാണും. ഡിഗ്രി ആകുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. ബേസിക് ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. കാരണം ആദ്യം ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് നോളജ്, പൊതുവെ SSCയുടെ സിലബസ് പോലെ തന്നെയാണ് എന്ത് ഇതിനകത്തും അതുള്ളത് അല്ലേ. 25 ചോദ്യമുണ്ട്, ഓരോ സെഷൻ 25 ചോദ്യമുണ്ട്, 50 മാർക്കാണ് വരുന്നത്. പൊതുവെ ഈ പറയുന്ന SSCയുടെ ഈ പറയുന്ന എക്സാമിനേഷൻ പാറ്റേൺ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ പറയുന്ന സെക്ഷണൽ വൈസ് സെക്ഷണൽ വൈസ് ടൈമിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതവും നെഗറ്റീവ് മാർക്ക് 0.5 എന്ത് ചെയ്തിരുന്നു, ഇപ്പോൾ അടുത്തിടെയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ എന്ത് ചെയ്യുക വെച്ച് നിങ്ങൾ ഈ പറഞ്ഞ സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി വേക്കൻസിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 3003 വേക്കൻസിയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, പൊതുവെ കാണിക്കുന്നത്. അതിന് മുമ്പത്തെ വർഷത്തെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 എടുത്ത് നോക്കുകയാണെങ്കിൽ 2423 വേക്കൻസികളായിരുന്നു എന്ത് ചെയ്യുന്നത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3003ലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇനി ഡിഫറൻറ്റ് ഈ പറയുന്ന പോസ്റ്റുകളും അതിൻ്റെ ഈ പറയുന്ന സാലറിയുമാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇഷ്ടംപോലെ പോസ്റ്റ് എന്ത് ചെയ്യുന്നതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കിയതിന് ശേഷം പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ഈ പറയുന്ന SSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ SSCക്ക് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മുടെ KSDB അക്കാഡമി നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഡെയിലി സ്റ്റഡി പ്ലാനും, ക്ലാസ്സുകളും, മോക്ക് ടെസ്റ്റുകളും, PVQs, സ്പെഷ്യൽ ടോപ്പിക് സെഷൻസും, സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ബേസിക് ലെവലുള്ള അഡ്വാൻസിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന SSC എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് കോഴ്സായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, തീർച്ചയായിട്ടും തൊട്ട് താഴെ കാണുന്ന നമ്മൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന SSCയുടെ ഈ പറയുന്ന നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നമ്മുടെ കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ കോഴ്സായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ട് താഴെ കാണുന്ന നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.